പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠനം 9 അധ്യായങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി. 10ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഒരു ഗ്യാപ്പ് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് 6ാം മുദ്രയ്ക്കും 7ാം മുദ്രയ്ക്കും ഇടയിൽ ഒരു വ്യത്യസ്ത കാര്യം പറയുന്നതായിട്ടാണ് നാം മനസ്സിലാക്കിയത്. പറഞ്ഞു വന്ന കാര്യം തുടർച്ചയായി പറയുന്നതിന് പകരമായി ആ സന്ദേശത്തിൽ നിന്ന് മാറി 144,000 പേരെ മുദ്രയിടുന്ന ആ ഒരു സംഭവമാണ് 6ാം മുദ്രയ്ക്കും 7ാം മുദ്രയ്ക്കും ഇടയിൽ നാം കാണുവാനായിട്ട് ഇടയായത്. അത് സഭയ്ക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ 6ാമത്തെ കാഹളത്തിനും 7ാമത്തെ കാഹളത്തിനും ഇടയ്ക്ക് പറഞ്ഞു വന്ന സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. ആദ്യത്തേത് മുദ്രയ്ക്കിടയിലുള്ള ആ ദൂത് സഭയ്ക്ക് ആശ്വാസം പകരുന്നതാണെങ്കിൽ, ഇവിടെ കാഹളത്തിനിടയിൽ നമുക്ക് നൽകിയിരിക്കുന്ന 6ാമത്തെയും 7ാമത്തെയും കാഹളത്തിനിടയിൽ നൽകിയിരിക്കുന്ന ആ ദൂത് അത് സഭയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ്. ദൈവസന്ദേശം നാം എങ്ങനെ ഉൾക്കൊള്ളണമെന്നും ആ ഉൾക്കൊള്ളുന്നവരിൽ വരേണ്ടതായിട്ടുള്ള പരിവർത്തനം എന്താകുന്നുവെന്നും സഭയുടെ ഭാവി എന്താകുന്നുവെന്നൊക്കെയാണ് ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഈ കാഹളത്തിനിടയിലുള്ള 6ാമത്തെയും 7ാമത്തെയും കാഹളത്തിനിടയിലുള്ള ഈ സന്ദേശം നിശ്ചയമായും അത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച്, സഭയുടെ ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായ സൂചന നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവിൻ്റെ സുവിശേഷം അത് പറയുവാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ആ സന്ദേശം വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 10ാം അധ്യായം ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറുപുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹമലർന്നതുപോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഇതാണ് അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനെ സംബന്ധിച്ചിപ്പോൾ യോഹന്നാൻ്റെ ദർശനത്തിൻ്റെ തലം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 4ാം അധ്യായത്തിൽ യോഹന്നാനോട് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ ദർശനത്തിൻ്റെ തലം സ്വർഗത്തിലേക്ക് മാറ്റിയതായിട്ട് നാം മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ ഇവിടെ യോഹന്നാൻ ആ ദർശനം ഭൂമിയിൽ നിന്ന് കാണുന്ന ആ നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് യോഹന്നാൻ കാണുമ്പോൾ ആ ദർശന തലം ഭൂമി തന്നെയാണ് എന്ന് വ്യക്തമാണ്. ദൂതന്മാരെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഈ ബലവാനായ ദൂതൻ വെളിപ്പാട് പുസ്തകത്തിൽ ഇനിയും നമുക്ക് കാണുവാനായിട്ടുണ്ട്. തിരുവചനത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക്
ബലവാനായ ദൂതന്മാരെക്കുറിച്ച്, അവരുടെ ശക്തിയെക്കുറിച്ച് ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ അശൂർ പാളയത്തിൽ സംഹാരം നടത്തിയ ഒരു ദൂതനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏതാണ്ട് ഒരു രാത്രിയിൽ 1,85,000 ആളുകളെ സംഹരിച്ച ഒരു ദൂതൻ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർ വലിയ ഭീമമായ സ്വരൂപത്തോടു കൂടി തിരുവചനത്തിൽ നമുക്ക് പല ഇടങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദൂതനെ സംബന്ധിച്ചും അവൻ ഒരു കാല് വലതുകാൽ സമുദ്രത്തിന്മേലും ഇടതുകാൽ ഭൂമിയിൽ മേലും ചവിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു സൈസ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഒരു വലിയ സ്വരൂപം മാത്രമല്ല, ഈ ദൂതൻ്റെ ചില വർണ്ണനകൾ വെച്ചുകൊണ്ട് ആകാശവില്ല് അവൻ്റെ തലയിലുണ്ട്, മേഘമെടുത്തിരിക്കുന്നു, തീത്തൂണ് പോലെയുള്ള കാല്, ഇതൊക്കെ വെച്ചുകൊണ്ട് ചില വേദപണ്ഡിതന്മാർ ഇത് യേശുക്രിസ്തുവാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് നമുക്ക് തിരുവചനത്തിൽ തെളിവൊന്നും നമുക്കെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം യേശുക്രിസ്തുവാണെന്ന് നമുക്കത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ വചനത്തിലുള്ള കൃത്യമായ അടയാളം നമുക്ക് വേണം, അല്ലെങ്കിൽ തെളിവ് നമുക്ക് വേണം. അത് ഇല്ലാതെയാണ് ആ കൂട്ടർ അങ്ങനെ പറയുന്നത്. അവർ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ആ ലക്ഷണങ്ങൾ വെച്ചാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, അതുപോലെ തന്നെ വെള്ളോടിന് സദൃശ്യമായ കാല്, ആ ദൈവിക യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വമാർന്ന ആ രൂപത്തിനെ കണ്ടിട്ട്, ആ സ്വരൂപത്തിനെ മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നാണ് അവർ അത് യേശുക്രിസ്തു ആകുന്നു എന്ന് പറയുന്നത്. പിന്നെ ഒരു പുസ്തകം കയ്യിലുണ്ട്, ചെറുപുസ്തകം കയ്യിലുണ്ട്. ആ നിലയിൽ അവർ യേശുക്രിസ്തു ആണെന്ന് പറയുന്നു. എന്നാൽ യേശുക്രിസ്തുവിനോട് യോജിക്കാത്ത സാമ്യങ്ങൾ പലതും ഈ ദൂതനെ സംബന്ധിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കലും ഒരിടത്തും ദൂതനെന്ന് പ്രതിപാദിച്ചിട്ടില്ല. ഇവിടെ ബലവാനായൊരു ദൂതൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് യാതൊരു വേദഭാഗവും അവൻ ദൂതനാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, അവൻ ആകാശത്തിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തു. യേശുക്രിസ്തു സത്യം ചെയ്യരുതെന്ന് പഠിപ്പിച്ച ആ കാര്യം നമുക്കറിയാം. സ്വർഗത്തെയോ പിതാവിനെയോ ഒന്നും ആ പേരിലൊന്നും സത്യം ചെയ്യരുത് എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ദൂതൻ സത്യം ചെയ്യുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സമാനമായ മറ്റു ദൂതന്മാരെയും വലിയ ദൂതന്മാരെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ദൂതന്മാരെക്കുറിച്ച്, വലിയ ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 18-ാമത്തെ അധ്യായത്തിലുമൊക്കെ നമുക്ക് ദൂതന്മാരെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വലിയ ദൂതന്മാർ, അപ്പോൾ അത് ആ ദൂതഗണത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും തിരുവചനത്തിനോട് നീതി പുലർത്തുന്നവർക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നത്. എന്താണെങ്കിലും ആ ദൂതൻ മേഘമെടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും ആണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ആകാശവില്ല് നമുക്കറിയാം. നോഹയുടെ കാലത്ത് പ്രളയത്തിന് ശേഷം നോഹ യാഗമർപ്പിച്ച ദൈവം അതിൽ പ്രസാദിച്ചപ്പോൾ ദൈവം ഇനിയും ഭൂമിയെ നശിപ്പിക്കുവാൻ, അതായത് വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഉടമ്പടി ഭൂമിയോട് ചെയ്തു. അതിൻ്റെ അടയാളമായിട്ട് ഒരു വില്ല് അവൻ മേഘത്തിൽ വെച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, യഹെസ്കേലിൽ ദൈവതേജസ്
ആ ദൈവ തേജസ് മഹിമയോടുകൂടി ആ ദൈവ തേജസ്സിനെ കാണുമ്പോൾ, 1-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവിടെ ആ തേജസ്സിൽ ഒരു മഴവില്ല് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തിനോടൊപ്പം, ദൈവ തേജസ്സിനോടൊപ്പം അവിടെയും വില്ല് അവിടെയുണ്ട്. ഇവിടെയും നമുക്ക് ഈ ദൂതൻ്റെ ആ പ്രത്യക്ഷതയിൽ ഒരു വില്ല് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചായിരിക്കാം ആളുകൾ ഇവൻ യേശുക്രിസ്തു ആണ്, ഈ ദൂതൻ യേശുക്രിസ്തു ആണ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് വൈരുദ്ധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നാം പറഞ്ഞല്ലോ, അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തിരുവചനം അത് യേശുക്രിസ്തു ആണെന്ന് പറയുവാൻ നമ്മെ അനുവദിക്കുന്നില്ല. വീണ്ടും ഈ ദൂതൻ അവൻ മേഘം ഉടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേഘം ഉടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വാഹനത്തിനെയാണ് ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട്. ഏറ്റവും നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് പരിചയമുള്ള വാക്ക്, അവൻ മേഘത്തിലെടുക്കപ്പെട്ടു, അവൻ മേഘാരൂഢനായി വരും. അപ്പോൾ അവിടെ വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന്, യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാനും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാനും ഉപയോഗിക്കുന്ന വാഹനം എന്നുള്ളത് മേഘം ആണ്. സങ്കീർത്തനത്തിൽ കൂടിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവൻ മേഘത്തെ തൻ്റെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകിന്മേൽ അങ്ങനെ ഉള്ള വചനമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മേഘം ദൈവത്തിൻ്റെ വാഹനമായി ഉപയോഗിക്കുന്നു എന്ന് പല തിരുവചനങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. 97-ാം സങ്കീർത്തനത്തിലുണ്ട്, അതുപോലെ തന്നെ 104-ാം സങ്കീർത്തനത്തിലുണ്ട്, ഈ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ദൈവം എഹെസ്കൽ അധ്യായങ്ങളിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവം മേഘത്തിനെയാണ് വാഹനമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ദൂതൻ വന്നിരിക്കുന്നു. ആ ദൂതൻ ദൈവത്തിൻ്റെ ദൂതനാണ്, ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൂതനാണ്. ആ നിലയിൽ അവന് ദൈവിക സന്ദേശം നൽകുവാൻ ദൈവം നിയോഗിച്ചിട്ട് വന്ന ഒരു ദൂതൻ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ദൂതനെക്കുറിച്ച് അവിടെ വായിക്കുമ്പോൾ അവന് സൂര്യനെ പോലെയും കാല് തീത്തൂണ പോലെയുമുള്ളവൻ. അപ്പോൾ ഇവിടെ ഈ തീത്തൂണ, മേഘം, മഴവില്ല് ഇതൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെയും ദൈവത്തിൻ്റെ കരുണയെയുമാണ്. വില്ല് അത് ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. എന്നാൽ മറ്റ് പ്രതീകങ്ങളൊക്കെ ഈ മേഘം, അതുപോലെ തന്നെ സൂര്യതേജസ്സോടു കൂടിയുള്ള അവൻ്റെ മുഖം, തീത്തൂണ്, ഇതൊക്കെ ന്യായവിധിയെ കാണിക്കുന്ന ചിഹ്നങ്ങളായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മഴവില്ല് അത് ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്ന, ദൈവഭൂമിയുമായിട്ട് ചെയ്ത ഉടമ്പടിയെ കാണിക്കുന്ന ആ ഒരു ചിത്രവുമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയും അതുപോലെ തന്നെ കരുണയുടെ ആ സുവിശേഷവുമായിട്ടാണ് ഇപ്പോൾ ഈ ദൂതനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, തിരുവചനമെന്ന് പറയുന്നത് അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഇരുവായ്ത്തലയുള്ള വാള് ഒരേ സമയം തന്നെ രക്ഷയും അതേസമയം തന്നെ ന്യായവിധിയും ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഇരുവായ്ത്തല വാൾ നാം മനസ്സിലാക്കുന്നത്. തിരുവചനമാകുന്ന ഇരുവായ്ത്തല വാൾ അത് മനസ്സിലാക്കുന്നത് വചനത്തിന്, അതിന് ന്യായവിധിയുടെ ശക്തിയും അപ്പോൾ തന്നെ രക്ഷ അല്ലെങ്കിൽ കരുണ കാണിക്കുവാനായിട്ടുമുള്ള ആ അധികാരം വചനത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കരുണയുമുണ്ട്, മേഘം, അതുപോലെ തന്നെ ന്യായവിധിയുമുണ്ട്, തീത്തൂണ് പോലെയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മേഘം
സൂര്യ തേജസ്, ഇതൊക്കെ നമ്മളോട് കാണിക്കുന്നത് ന്യായവിധിയുടെ പക്ഷത്തു നിന്നുള്ള ചിത്രങ്ങളായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയുള്ളവൻ, അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദൂതൻ്റെ കയ്യിൽ ഒരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. ചെറുപുസ്തകത്തിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും. ദൂതനെ യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് പോലെ തന്നെ ഈ ചെറുപുസ്തകം ബൈബിളാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ 5-ാം അധ്യായത്തിൽ പറയുന്ന ആ പുസ്തകം, അതായത് യോഹന്നാൻ കാണുമ്പോൾ ഒരു പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ദൂതനെ കാണുന്നു, അത് തുറക്കുവാനോ ഭൂമിയിൽ ആരെയും കാണുന്നില്ല, അവൻ ഏറ്റവും കരഞ്ഞു എന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ അവിടെ ചെറുപുസ്തകം ബൈബിളിന് സമാനമായ വാക്കാണ് അവിടെ നമുക്ക് മൂലപദത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ബൈബിൾ എന്നുള്ള നിലയിലാണ് ബിബ്ലിയോൺ, ആ വാക്കാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ ചെറുപുസ്തകം എന്ന് പറയുമ്പോൾ അത് ബിബ്ലിയോൺ എന്നുള്ള വാക്കിന് പകരം ബിബ്ലിയാരിയോഡിയോൺ എന്ന വാക്കാണ്. ബൈബിളിന് എൻ്റെ ഒരു ചെറിയ പോർഷൻ അല്ലെങ്കിൽ സ്ക്രോൾ അല്ലെങ്കിൽ ചുരുള്, ഏതാനും ചെറു പോർഷൻ മാത്രമാണ് ഈ ദൂതൻ്റെ കൈവശം ഉള്ളത്. അങ്ങനെ ഒരു വാക്കാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ സമ്പൂർണ്ണ ഒരു ബൈബിൾ അല്ല ഈ ദൂതൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ചെറുപുസ്തകം ഉണ്ടായിരുന്നു, തുറന്ന പുസ്തകമാണ്. അവൻ്റെ തുറന്ന ഒരു ചെറുപുസ്തകം. ആ തുറന്ന ചെറുപുസ്തകം എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് മൊമെൻറ്റിൽ അത് ഉപയോഗപ്രദമാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അല്ല എന്ന് വരില്ല, അത് അടച്ചു വെച്ചിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ അത് മുദ്രയിടപ്പെട്ട പുസ്തകമാണ്. അതായത് ആ ചുരുളിൻ്റെ 2 ഭാഗവും എഴുതി 2 പുറവും എഴുതി 7 മുദ്ര വെച്ച ഒരു പുസ്തകമാണ്. അത് തുറക്കാനായിട്ടാണ് യോഹന്നാൻ ആഗ്രഹിച്ചത്. ആരെയും കാണാഞ്ഞിട്ട് വിലപിച്ചത് അങ്ങനെയാണ്. എന്നാൽ ദാവീദ് ഗോത്രത്തിൽ യഹൂദ വംശത്തിലെ സിംഹമായിരിക്കുന്നവൻ അത് തുറക്കുവാനായിട്ട് യോഗ്യതയുള്ളവനെന്ന് കണ്ടപ്പോൾ സ്വർഗത്തിൽ ആർപ്പുണ്ടായതും അവന് സന്തോഷമുണ്ടായതും ഒക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതുപോലെ ഇവിടെ ഈ ചെറുപുസ്തകം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ചെറുപുസ്തകം അത് തുറന്നു വെച്ചിരിക്കുന്നു, ദൂതൻ്റെ കയ്യിൽ തുറന്നു വെച്ചിരിക്കുന്നു. അവൻ്റെ കാല് വലതുകാല് സമുദ്രത്തിന് മേലും ഇടതുകാല് ഭൂമിയിൽ മേലും ചവിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ കാല് ചവിട്ടുന്നവിടം അധികാരത്തിൻ്റെ ഒരു സ്ഥാനമായിട്ടാണ്, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തലിൻ്റെ ഒരു സ്ഥാനമായിട്ടാണ് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ യോശുവയോട് യഹോവയായ ദൈവം പറഞ്ഞു, നിൻ്റെ ഉള്ളംകാൽ ചവിട്ടുന്നവിടെ ഒക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ദൂതൻ്റെ ഉള്ളംകാൽ ചവിട്ടിയിരിക്കുന്നത് സമുദ്രത്തിന്മേലും, അതായത് വലതുകാല് സമുദ്രത്തിന്മേലും ഇടതുകാല് ഭൂമിമേലുമാണ്. അപ്പോൾ അവൻ്റെ ഉള്ളംകാൽ ചവിട്ടി നിൽക്കുന്ന 2 സ്ഥലം, സമുദ്രവും ഭൂമിയും, ഇത് രണ്ടും ആ ദൂതൻ അധികാരത്താൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഏത്? അവൻ്റെ കയ്യിലുള്ള പുസ്തകത്താൽ, അവൻ്റെ കയ്യിലുള്ള തിരുവചനത്താൽ അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദൂതൻ നമുക്ക് സുവിശേഷം പ്രതിനിധീകരിക്കുന്ന, അല്ലെ സുവിശേഷത്തിൻ്റെ പ്രാസംഗികരായ ശക്തന്മാരായ ദൈവത്തിൻ്റെ ശക്തിയേറിയ അഭിഷേകം ചെയ്യപ്പെട്ട ദൂതന്മാരെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഭൂമിയിലും ഒരു മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ, കടലിൽ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ, ഭൂലോകത്തിൽ സകലയിടത്തും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുവാൻ അധികാരം പ്രാപിച്ച ശുശ്രൂഷകന്മാരുടെ കാലയളവിനെയാണ് ആ ദൂതൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവൻ്റെ കയ്യിൽ ഒരു തുറന്ന പുസ്തകമുണ്ട്. ഇന്ന് സഭ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാർ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനം മാറ്റമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. ഇന്ന് നാം സുവിശേഷം 100 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പേര് അല്ലെങ്കിൽ ഒരു 3 പേര് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ രക്ഷയിലേക്ക് വരുന്നത്. ചിലപ്പോൾ 50 പേര് വന്നെന്നിരിക്കാം. എന്നാലും പറയുന്നവർ മുഴുവനും കേൾക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഇന്ന് ആർക്കും സാധിക്കുന്നില്ല. അവർ അത് വിട്ടുകളയുകയാണ്. പറയുന്നവർ പറയുന്നു, എന്നാൽ കേൾക്കാത്തവർ അനേകരാണ്. എന്നാൽ ഇവിടെ ഈ ദൂതൻ പറഞ്ഞിരിക്കുന്ന അവൻ സർവഭൂമിയെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അവൻ്റെ അധികാരത്താൽ, അവൻ്റെ ഉള്ളംകാൽ ചവിട്ടിയിരിക്കുന്നത് കടലിലും കരയിലുമാണ്. അവൻ്റെ അധികാരത്താൽ നിന്ന് അവൻ നിത്യസുവിശേഷം പറയുമ്പോൾ
സകല ആളുകളും അത് കേൾക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെയാണല്ലോ തിരുവചനത്തിൽ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നത്. അവനെ കർത്താവെന്ന് സകല ആളുകളും ഏറ്റുപറയും, അവൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നു. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങുകയും സകല ആളുകളും കർത്താവിനെ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയുന്ന ആ ഒരു ദിവസമുണ്ട്. അത് സുവിശേഷത്താൽ സാധ്യമാകും. ആ സുന്ദര ദിവസത്തിനെയാണ്, ആ മനോഹര ദിവസത്തിനെയാണ് ദൈവത്തിൻ്റെ ആധിപത്യം ഭൂമി മുഴുവനും സ്ഥാപിച്ചുകൊണ്ട് സകല ആളുകളും അവൻ്റെ സുവിശേഷത്തിന് കീഴ്പ്പെടുന്ന ഒരു സമയമുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് ദൂതൻ രണ്ട് ഫീൽഡിലും, അതായത് കരയിലും കടലിലും അവൻ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറുപുസ്തകം ഉണ്ട്. അവന് ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാല് ഭൂമിയുമേലും വെച്ചു. സിംഹം അലർന്നതുപോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. അവന് ആ ചെറുപുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു. അതിപ്പോൾ പ്രയോഗത്തിലാണ്, ഉപയോഗത്തിലാണ്. ലോകത്തിലെല്ലായിടത്തും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണത വരുവാൻ, സുവിശേഷത്തിൻ്റെ 100 മേനി വിളയുവാൻ ഒരു സമയം വെച്ചിരിക്കുന്നു. അതിന് ഒരു ഗർജനം കൂടെ ആവശ്യമാണ്. ദൈവസിംഹാസനത്തിൽ നിന്ന് ഗർജനം, സിംഹം ഗർജിക്കുന്നത് പോലെ ദൈവസിംഹാസനത്തിൽ നിന്ന് ആമേൻ മുഴക്കം വരുമ്പോൾ സർവ്വ ആളുകളും ആ സുവിശേഷം ശ്രദ്ധിക്കുവാനായിട്ടിടയാകും. കർത്താവിനെ എല്ലാവരും ഉൾക്കൊള്ളുവാനായിട്ടിടയാകും. അത് ഇവിടെ സിംഹം ഗർജിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ ശബ്ദം അത് സിംഹം ഗർജിക്കുന്നത് പോലെ എന്ന് നമുക്ക് പല തിരുവചന ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 1-2 പഴയ നിയമ വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 29-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലും ലബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ യഹോവയുടെ ശബ്ദം സകല ഇടങ്ങളിലും അവൻ്റെ ശബ്ദത്തിൻ്റെ സ്വാധീനം ചെല്ലുന്നു. അവൻ ഒന്ന് ഗർജിച്ചാൽ മതി. നമ്മൾ ആമോസിലും ജോയലും ഒക്കെ കാണുമ്പോൾ യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുന്നു, യഹോവ സിംഹത്തെ പോലെ ഗർജിക്കുന്നു. അതുപോലെ തന്നെ യിരെമ്യാവിലുണ്ട് യഹോവയുടെ ഗർജനം, അവൻ നാദം മുഴക്കുന്നു എന്നൊക്കെ നമുക്ക് പല വേദഭാഗങ്ങളിലും അവൻ്റെ ശബ്ദത്തിന് സിംഹഗർജനത്തിനോട് താരതമ്യപ്പെടുത്തി പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇടിമുഴക്കത്തിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. മോശ യഹോവയായ ദൈവവുമായി മലമുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനമെല്ലാം പേടിച്ചു വിറച്ചിട്ട് പറഞ്ഞു, അവൻ ഞങ്ങളോട് സംസാരിക്കരുത്, നീ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇടിമുഴക്കമാണ്, ഇടിമുഴക്കവും മിന്നലും നാദവും കേട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വിറച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും ഘനവും അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ല. സാധുക്കളായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ആമേനാലി അവരുടെ ബലഹീന ശരീരത്തിൽ നിന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം ഹല്ലേലൂയ വേണ്ടത്ര രീതിയിൽ 100 മേനിയിൽ ഇന്ന് അത് പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയമുണ്ട് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ മറ്റൊരു ഇടത്ത് നമുക്ക് കർത്താവിൻ്റെ പങ്കപ്പാടുകളെക്കുറിച്ച് അവന് പറയുമ്പോൾ, ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, അവൻ്റെ പീഡാനുഭവത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുന്ന സമയത്ത്, എങ്കിലും നിന്റെ നാമം മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നിടത്ത് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് 12-ാം അധ്യായം യോഹന്നാൻ 12-ാം അധ്യായത്തിൽ അവിടെ കാണുമ്പോൾ അവിടെയും കേട്ടു നിന്നവർക്ക്
പിതാവും പുത്രനും സംസാരിച്ചു. കേട്ടു നിന്നവർക്ക് അത് ഇടിമുഴക്കമായി മാത്രമാണ് ശ്രവിക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ സിംഹഗർജനം പോലെ, ഇടിമുഴക്കം പോലെയും ദൈവത്തിൻ്റെ ശബ്ദം ജനഹൃദയങ്ങളിലേക്ക് വരുന്ന ഒരു നാളുണ്ട്. ആ നാളിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം, അതിനു വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിക്കാം, അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വജനവും മാനസാന്തരപ്പെടുവാൻ ഇന്ന് അനേക വിമർശകരുണ്ട്, അനേക നിരീശ്വരവാദികളുണ്ട്, ദൈവവചനത്തിനെ പുറംകാലിന് തട്ടിക്കളയുന്നവരുണ്ട്, ദൈവവചനത്തിനെ അനുസരിക്കാത്തവരുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാലും അടങ്ങും. അവന് കർത്താവെന്ന് സകല ആളുകളും ഏറ്റുപറയുന്ന മഹത്താർന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദിവസത്തിനെ പ്രതിദാനം ചെയ്താണ് ഈ ദൂതൻ ആമേനാലല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ടല്ലോ. കർത്താവ് നമുക്ക് അവസരം വീണ്ടും തരട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം നമുക്ക് ആശ്രയിക്കാം. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹത്വം തിരുമേനിക്ക്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. ആമേൻ.